ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കിച്ചൺ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പതിവ് പോലെ ഞാനിതാ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ വിറകൊന്നും ഉണങ്ങാത്തത് കാരണം ഞാൻ ഫുള്ള് ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടൻ കാപ്പി വയ്ക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുമ്പോൾ ശർക്കരയും കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം കേട്ടോ. ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. പിന്നെ ഇവിടെ ഏട്ടനും മോനും പാൽച്ചായ നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് പാൽച്ചായ ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും പഞ്ചസാരയും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നത് ഒഴിച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ തിളച്ചോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ്. എന്താണെന്നോ തിളച്ച് പോയാൽ പിന്നെ അത് വൃത്തിയാക്കാൻ നിൽക്കണ്ടേ. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ കടലക്കറി ആർക്കും അത്ര താല്പര്യമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴൊന്നും കടലക്കറി ഉണ്ടാക്കാറില്ല, ഇടയ്ക്കൊന്നും ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് പിന്നെ ഒരു സവാള കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചതച്ചല്ല ഇട്ട് കൊടുക്കുന്നത്. അത് നേരെയാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇതാ ചായയും നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ കടലക്കറിക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇനി അതൊക്കെ നന്നാക്കിയതിന് ശേഷം നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ചായ അരിച്ചിട്ട് അപ്പുറത്തേക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതാണ് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ നേരത്തെ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഇത് 2 മണിക്കൂറോളം പിടിക്കും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അരി ഇട്ടതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെള്ളം വെക്കണ്ടേ, അതൊന്ന് ചൂടായി വരട്ടെന്ന് കരുതിയിട്ട് അപ്പോൾ വെള്ളം വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണ്ട്. ചോറിൽ ചിലപ്പം വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ പണികളും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് കുക്കർ 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊടി വാട്ടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ 1.5 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പൊടി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യേ. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. കടലയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. ഞാൻ തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും
മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് ഇത് താളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പത്തിരി ചുടാനായി പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ പത്തിരി പ്രസ്സിലാണ് കേട്ടോ പ്രസ് ചെയ്തെടുക്കുന്നത് പത്തിരി. അപ്പോൾ ഇതാ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനിത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നോ ഇപ്പുറത്ത് എനിക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ വെണ്ടയ്ക്കയാണ് ഞാൻ വെണ്ടയ്ക്കും തക്കാളിയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഞാൻ അവിടെ നേരെയാക്കി വെച്ചിട്ടുണ്ട്, അതും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പും. എന്നിട്ട് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പുറത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതാ കൈപ്പക്കയും ക്യാരറ്റുമാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. കൈപ്പക്കൻ്റെ കയ്പ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വേവിച്ചെടുക്കണേ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടക്ക വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വെണ്ടക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഞാനിതിൽ. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക വെന്തിക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് മീൻ പൊരിക്കാമെന്ന് കരുതിയിട്ട് ഉണക്കസ്രാവ് മീനാണ് കേട്ടോ പൊരിക്കുന്നത്. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കയ്പ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെന്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെന്തിട്ടില്ല അത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കുക. മീനൊന്ന് പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതേ ചട്ടി തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വറുത്തിടണ്ടേ. അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ മീനിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞത് കൂടെ നമ്മുടെ ഉപ്പേരി വറുത്തിടാനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിയായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ വേവിച്ചെടുത്ത കയ്പ്പക്കയും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. മീനും ഇതാ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും മീനും റെഡിയായി. അതിനുശേഷം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലേക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയായി. എൻ്റെ അടുക്കളപ്പണി ഉച്ച വരെ ഉള്ളത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ഉച്ചയ്ക്കും രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.